യെസ്. അപ്പൊ എല്ലാരും വീഡിയോ ഓൺ ആക്കി വെക്കുക. പിന്നെ നിങ്ങൾ എക്സാം എഴുതാൻ പോവാണ്. അപ്പൊ എല്ലാരും വേഗം എക്സാമിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാട്ടോ. പാരന്റ്സിനെയൊക്കെ വിളിച്ച് അടുത്തിരുത്താ. എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ഫേസും അതുപോലെ നിങ്ങളുടെ 2 കൈകളും സ്ക്രീനിൽ കാണണം. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണ് അല്ലെങ്കിൽ ലാപ്പ് എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ. വീഡിയോ ഓഫ് ആണെങ്കിൽ 0 മാർക്സ് ആയിരിക്കും. ഇപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ എക്സാം എഴുതാം. റെഡി അല്ലേ എല്ലാവരും? റെഡി ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്. ഓക്കെ. അപ്പൊ എല്ലാവരും പാരന്റ്സിനെയൊക്കെ വിളിച്ച് അടുത്തിരുത്താം കേട്ടോ. സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണിക്കും. ഓക്കെ. ഇവിടെ 4 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, അതൊരു 1 വേർഡ് ആണ്. ഓപ്ഷൻസ് ഉണ്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റിനെയർ. അതിനെന്താ വിളിക്കുന്നത്? ABCD. കറക്റ്റ് ഓപ്ഷൻ നോക്കി ചൂസ് ചെയ്യുക. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ. അപ്പൊ എന്താണ് സെൻസസ് സർവേ, എന്താണ് സാമ്പിൾ സർവേ എന്ന് എഴുതിയാൽ മതി ആ ഡിഫറൻസ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ? റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അവിടെ നിങ്ങൾ എന്താണ് റാൻഡം സാമ്പിളിംഗ്, എന്താണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് എഴുതിയാൽ മതി. പിന്നെ നാലാമത്തെ ചോദ്യം എന്താണ്? അവിടെ AB 2 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് A പാർട്ട് എന്താ? വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് എ റിസർച്ചർ യൂസസ് ടു കളക്ട് പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ ഇല്ലേ, അത് കളക്ട് ചെയ്യാൻ വേണ്ട മെത്തേഡുകൾ ഏതൊക്കെയാണ്? അപ്പൊ എല്ലാ മെത്തേഡ്സും പഠിച്ച എല്ലാ മെത്തേഡ്സും എന്താണെന്നും ജസ്റ്റ് എഴുതണം. പിന്നെ ലാസ്റ്റ് B പാർട്ട് എന്താണ്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് എനി വൺ മെത്തേഡ്. ഏതെങ്കിലും ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് മാത്രം എഴുതാം. ഒരെണ്ണത്തിന്റെ എഴുതിയാൽ മതി അഡ്വാൻറ്റേജ്. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ. 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എല്ലാവരും നല്ലോണം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ എല്ലാരും വീഡിയോ ഓൺ ആക്കി വെക്കുക. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ആൻസേഴ്സ്. അപ്പൊ എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. സ്ക്രീനിൽ ആൻസേഴ്സ് കാണിക്കും. ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ C, പൈലറ്റ് സർവേ ആണ്. കറക്റ്റ് ആണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ 1 മാർക്ക് കൊടുക്കാം. രണ്ടാമത്തെ ചോദ്യം സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ എന്താണ് സെൻസസ് സർവേ എന്ന് എഴുതുക, എന്താണ് സാമ്പിൾ സർവേ എന്ന് എഴുതുക, അത്രയും മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. സെൻസസ് സർവേക്ക് 1 മാർക്ക്, സാമ്പിൾ സർവേയുടെ ഡെഫിനിഷന് 1 മാർക്ക്, അങ്ങനെ 2 മാർക്ക്. സെൻസസ് സർവേ എന്താ? കംപ്ലീറ്റ് ആയിട്ട് പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്നത്. സാമ്പിൾ സർവേ എന്താ? പോപ്പുലേഷനിലെ ഒരു സെക്ഷനെ മാത്രം എടുത്ത് പഠിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ കാര്യം ഉണ്ടെങ്കിൽ മാത്രം 2 മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോവാം. റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. സോ ഇവിടെ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് എഴുതാം, നോൺ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കുക, സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കുക. റാൻഡത്തിന് 1 മാർക്ക്, നോൺ റാൻഡത്തിന് 1 മാർക്ക്, അങ്ങനെ 2 മാർക്ക്. വായിച്ചു നോക്കാം, നിങ്ങൾ എഴുതിയേക്കുന്ന കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോകാം. മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 2 A പാർട്ട്, B പാർട്ട്, അങ്ങനെ 2 പാർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ A പാർട്ടിൽ ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആ മെത്തേഡ്സ് എന്താണ്? അതിന്റെ പേര് മാത്രം പോരാ, ജസ്റ്റ് അത് എന്താണെന്നും കൂടി, എങ്ങനെയാണ് ആ മെത്തേഡ് കണ്ടക്ട് ചെയ്യാന്നും കൂടി ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടാവണം. എക്സ്പ്ലനേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രം ഈ 3 മെത്തേഡ്സിന് 3 മാർക്ക് കൊടുക്കാം, ഓരോ മാർക്ക് വെച്ചിട്ട്. ഹെഡിങ് മാത്രം, ആ ഒരു പോയിന്റ് മാത്രം ഉള്ളെങ്കിൽ 1/2 മാർക്ക് കൊടുത്താൽ മതി. ജസ്റ്റ് അത് എന്താണെന്നും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കംപ്ലീറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു സെക്ഷന്, A എന്ന് പറയുന്ന സെക്ഷന് 3 മാർക്ക് കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്. ഇനി നമുക്ക് അതിന്റെ B പാർട്ട് നോക്കാം. ഏതെങ്കിലും ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതിയവരെ ഇതൊന്ന് ചെക്ക് ചെയ്യാം. പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എഴുതിയവരെ അത് ചെക്ക് ചെയ്യാം. അടുത്ത കാണിക്കാം. ഇത് മെയിലിംഗ് ക്വസ്റ്റ്യനറിന്റെ.
ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ടെലിഫോൺ ഇന്റർവ്യൂ. അപ്പൊ നിങ്ങൾ എഴുതിയ മെത്തേഡ് ഏതാണോ അതിന്റെ അഡ്വാൻറ്റേജ് കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. 3 ഉണ്ടാവണം. 3 ഉണ്ടെങ്കിൽ മാത്രം 2 മാർക്ക് കൊടുത്താൽ മതി കേട്ടോ. 2 ഉള്ളെങ്കിൽ ഒരു 1/2 മാർക്ക് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ എ പാർട്ടും ബി പാർട്ടും കൂടി ഈ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസറിന് 5 മാർക്ക്. അങ്ങനെ ടോട്ടൽ എല്ലാം എന്താ 10 മാർക്കിലാണ് വരുന്നത്. 5, 4, 2, 2, 1 അങ്ങനെയാണ് മാർക്ക് വരുന്നത് കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശിക്കേ. യെസ്, ഇനി നിങ്ങൾക്ക് 10 മാർക്കിൽ എത്ര മാർക്കാ കിട്ടിയെന്ന് എഴുതാ, പാരന്റ്സിന്റെ സൈനും വാങ്ങാം, എന്നിട്ടൊരു ഫോട്ടോ എടുക്കുക, സെൻഡ് ചെയ്യാം.